ആ അമ്മ അന്ന് ഒത്തിരി വേദന അനുഭവിച്ചിട്ടുണ്ടാകും, സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെടുമോ എന്നുള്ള വേദനയിൽ. ഇന്ന് അമ്മ നമ്മളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടാവും. ഈശോ ജനിച്ചു, ഈശോ ജീവിച്ചു, മരിച്ചു, ഉദ്ധാനം ചെയ്തു, ഇന്നും നമുക്ക് വേണ്ടി അവൻ ജീവിക്കുന്നു. എത്രയോ വിശുദ്ധ കുർബാനയിൽ ഈശോ ജീവനോടെ വന്നിട്ടും ആ ഈശോയെ നമ്മൾ സ്വീകരിക്കാതെ പോകുമ്പോൾ ഈ അമ്മ റാമായിലല്ല, ലോകം മുഴുവനും കടന്ന് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാവും. റാമായിൽ ഒരു സ്വരം, റാഹേൽ തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നു. നമുക്ക് പ്രത്യാശ നൽകേണ്ട ഒരു വചനമുണ്ട്. ജെറമ്യാ 31:16 ദൈവം അവൾക്കൊരു ആശ്വാസം കൊടുക്കുന്നുണ്ട്. നിൻ്റെ ദുരിതങ്ങളെല്ലാം മാറും, നിൻ്റെ കണ്ണുനീരെല്ലാം മാറും, ദൈവം നിനക്ക് ആശ്വാസം തരും, നിൻ്റെ മക്കളെല്ലാം തിരിച്ചു വരും എന്ന് റാഹേലിന്, മരിച്ചുപോയ റാഹേലിന്, ഓർമ്മയിലേക്ക് ഒതുങ്ങിപ്പോയ റാഹേലിന് ദൈവം ഒരു പ്രോമിസ് കൊടുക്കുന്നുണ്ട്. ഇന്ന് പരിശുദ്ധ അമ്മ നമുക്കുള്ള ഏറ്റവും വലിയ മധ്യസ്ഥരിൽ ഒന്നായ പരിശുദ്ധ അമ്മ ഈശോ ഏകമധ്യസ്ഥനായിട്ട് നിൽക്കുമ്പോഴും ആ ഈശോയോട് നമ്മളെക്കുറിച്ച് പറയാനുള്ള ഏറ്റവും സുശക്തമായ മധ്യസ്ഥം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്.